കഴിക്കുന്ന ആഹാരത്തിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ളത് 6 ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ വെള്ളം വളരെ പ്രധാനമായ ഒരു പോഷകമാണ്. പലപ്പോഴും നമ്മളത് വേണ്ടുന്ന അളവിൽ പലപ്പോഴും കുടിക്കാൻ ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാർ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ശരീരത്തിൽ നിന്ന് 1.5 മുതൽ 2 ലിറ്ററോളം വെള്ളം ദിവസവും ലോസ് വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ബോട്ടിലിൽ എടുത്തു വെച്ച് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ ഫുഡ് പിരമിഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഫുഡ് പിരമിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 ഫുഡ് ഗ്രൂപ്പിനെ സീരിയൽസ് ആൻഡ് സീരിയൽ പ്രോഡക്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓയിൽ, അങ്ങനെ പറഞ്ഞിട്ടൊരു പിരമിഡിൻ്റെ രൂപത്തിലായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഫുഡ് പ്ലേറ്റ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ ഡയറി, ഇതെല്ലാം വരുന്ന ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ദോശയാണെങ്കിൽ ദോശയുടെ അകത്താണെങ്കിൽ അരിയും ഉണ്ട്, ഉഴുന്നും വരുന്നുണ്ട്. അപ്പോൾ അരിയിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്, ഉഴുന്നിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഐഡിയൽ വെയിറ്റുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഏകദേശം ഒരു 1800 കാലറി, സെഡൻഡറി വിമന് ഏകദേശം ഒരു 1800 കാലറി ആയിരിക്കും ഒരു ദിവസം വേണ്ടുന്നത്. അതിൽ ഏകദേശം നമുക്ക് രാവിലെ ഒരു 3 ഇഡലി അല്ലെങ്കിൽ 3 ദോശ, സാമ്പാർ, അതോടൊപ്പം ഒരു ഗ്ലാസ് പാല്, ഒരു ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പഴം കഴിക്കാം. ഉച്ചയ്ക്ക് അതുപോലെ 3 കപ്പ് ചോറ്. കപ്പ് എന്ന് പറയുന്നത് 100 ഗ്രാം സൈസുള്ള നല്ല ചെറിയ പ്ലാസ്റ്റിക് കപ്പ്, അതാണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. 3 കപ്പ് ചോറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതോടൊപ്പം വെജിറ്റബിൾസ് ഒരു 100 ഗ്രാം വെജിറ്റബിൾ, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഇലക്കറികൾ എപ്പോഴും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏകദേശം 100 ഗ്രാം എല്ലാവരും ഉൾപ്പെടുത്തണം. കാരണം അതിനകത്ത് കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വൈറ്റമിൻ എ, ഫോളേറ്റൊക്കെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ അത്യാവശ്യമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ 1 കപ്പ് കേട് ആണെങ്കിൽ നമുക്ക് അതൊരു പ്രോബയോട്ടിക്കാണ്. ശരിക്കും വയറിൻ്റെ അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെ ഏതെങ്കിലും ഒരു 2 ബിസ്ക്കറ്റോ എല്ലാം കഴിക്കാം. രാത്രി അതുപോലെ ചോറാണെങ്കിൽ 3 കപ്പ്, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ 3 എണ്ണം. ഇത്രയാണ് നമ്മളൊരു ബാലൻസ് ഡയറ്റിൽ ഉൾപ്പെടുത്താനുള്ളത്. ഇങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് കുറച്ചും കൂടി ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും.